SAG, your one stop for news and entertainment. Watch SAG News. നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് ആക്രമണം നേതൃത്വത്തിന്റെ അറിവോടെ VK സനോജ്. അങ്കമാലിയിൽ കിടപ്പുമുറിക്ക് തീപിടിച്ച് 4 അംഗ കുടുംബം വെന്തുമരിച്ച സംഭവം ആത്മഹത്യയെന്ന് സൂചന. ഹർദിക്കിനെ എന്തിന് നിരന്തരം വിമർശിച്ചു? ഈ കാരണം ഒടുവിൽ തുറന്നു പറഞ്ഞ് ഇർഫാൻ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം നഗരൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ആക്രമണം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ആയുധം താഴെ വെക്കണം, ക്രിമിനലുകൾക്കും സാമൂഹിക വിരുദ്ധർക്കും കോൺഗ്രസ് പ്രൊമോഷൻ നൽകുകയാണ്. നിഖിൽ പൈലിയുടെയും അഖിൽ കോടങ്കരയുടെയും കാര്യത്തിൽ ഇത് കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് കുട്ടി കുറ്റവാളികളെ സൃഷ്ടിക്കുകയാണ്. അങ്കമാലിയിൽ കിടപ്പുമുറിക്ക് തീപിടിച്ച് 4 അംഗ കുടുംബം വെന്തുമരിച്ച സംഭവം ആത്മഹത്യയെന്ന് സൂചന. തീപിടുത്തമുണ്ടായ മുറിയിൽ പെട്രോൾ കാൻ സൂക്ഷിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഗൃഹനാഥൻ ബിനീഷ് പെട്രോൾ വാങ്ങി വരുന്നതിന്റെ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി കായിക വാർത്ത. ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യയെ സമീപകാലത്ത് ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ഇർഫാൻ ആയിരിക്കും. IPL-ൽ മുംബൈ ഇന്ത്യൻസ് ഓരോ മത്സരം തോറ്റുകൊണ്ടിരുന്നപ്പോഴും ക്യാപ്റ്റനായ ഹർദിക്കിനെ വിമർശിച്ചും പരിഹസിച്ചും ഇർഫാൻ രംഗത്തെത്തി. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി അദ്ദേഹത്തെ നിയോഗിച്ചപ്പോഴും ഇർഫാൻ ഇതിനെ ചോദ്യം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.